സൂപ്പർ പ്രൈം ടൈം അവസാന ഘട്ടത്തിലേക്ക് ശ്രീ ജോസഫ് വാഴയ്ക്കൻ, ഇവിടെ ഈ മൂപ്പിളമ തർക്കമൊന്നും സി പി എമ്മും സി പി ഐക്കും ഇടയിൽ പുത്തരിയല്ലാതെ നിങ്ങൾക്കൊക്കെ അറിയുന്ന കാര്യമാണ്, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതിങ്ങനെ ഏറിയും കുറഞ്ഞും സംഭവിച്ചുകൊണ്ടിരിക്കും. പക്ഷേ ഐക്യവും അതുപോലെ തന്നെ മുന്നോട്ട് പോകും. ഇപ്പോൾ പാല മാത്രം ഉദാഹരിച്ചാലാണ് നിങ്ങളുടെ വാദഗതിക്ക് ബലം. ഞാൻ മറ്റൊരു ഉദാഹരണം ചൂണ്ടിക്കാട്ടാം. ഇവിടെ ഈ പിണറായി ഗ്രാമപഞ്ചായത്തിൽ 16-ാം വാർഡ്, ആ 16-ാം വാർഡിൽ നടന്ന ഈ ഉപതെരഞ്ഞെടുപ്പുണ്ടല്ലോ, അവിടെ സി പി ഐയുടെ NV രമേശനാണ് ജയിച്ചത്. അവിടെ എത്ര സി പി ഐക്കാരുണ്ടാകുമെന്നൊക്കെ ഊഹിക്കാവുന്നതാണ്. പിണറായി ഗ്രാമപഞ്ചായത്തിലെ ഈ 16-ാം വാർഡിൽ ചുരുക്കി കാണുമല്ലോ കേട്ടോ. പിണറായിയിൽ സാമാന്യ സി പി ഐ ഉള്ള സ്ഥലമാണ്. ശരി, അങ്ങനെയെങ്കിൽ അങ്ങനെ ആവട്ടെ. ശരി, NV രമേശന് ഈ വാർഡിനെ എനിക്കറിയില്ല. പിണറായി പഞ്ചായത്തിൽ സി പി ഐ താരതമ്യേന പടന്നക്കര വാർഡ്, ശരി, പടന്നക്കര വാർഡിൽ NV രമേശൻ 1056 വോട്ട് നേടി. 999 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് രമേശന്. UDF അവിടെ 39, BJPക്ക് 57 വോട്ട്, കഴിഞ്ഞ തവണ 77 ഉള്ളിടത്ത്. അപ്പോൾ ഈ ഐക്യത്തിനൊരു പോറലുമേറ്റിട്ടില്ല. അവിടെ പാലയുമായി ബന്ധപ്പെടുത്തി ഒരു നിലപാട് നിങ്ങൾ എടുക്കുമ്പോൾ അങ്ങനെയല്ല അതിൻ്റെ പൊതുചിത്രമെന്നുകൂടി അംഗീകരിക്കാൻ തയ്യാറാണോ? ഞാനൊന്നും വഴക്ക് അംഗീകരിക്കില്ല. അല്ല, ഞാൻ പാലായിലെ ചിത്രം വേറൊരു രീതിയിലാണ് പറഞ്ഞത്. കഴിഞ്ഞ തവണ ഇടതുമുന്നണി വിജയിച്ച ഒരു സീറ്റ്, ആ സീറ്റിൽ ഇപ്പോൾ 43 വന്നു. അല്ലാണ്ട് പിണറായിലൊക്കെ UDF അത്ര വോട്ടുണ്ടെന്നുള്ളതിനെ കുറിച്ചൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. പ്രവർത്തിക്കാൻ പോലും സമ്മതിക്കില്ല. തിരുവനന്തപുരത്തെ തൊട്ടടുത്ത് ആ വട്ടിയൂർക്കാവിലെ CM എങ്ങനെയാണ് 3-ാം സ്ഥാനത്ത് പോയത്? ആ തൊട്ടപ്പുറത്ത് ആന്റണി രാജു എങ്ങനെ ഏതാണ്ട് 3-ാം സ്ഥാനത്തിൻ്റെ അടുത്ത് പോയത്? നിങ്ങൾ ആ ലോക്സഭയിലെ കാര്യം തിരക്കുക, അവലാണ്ട് ഒരു സീറ്റ് മാത്രം പറഞ്ഞാൽ മതിയോ? ആ എങ്ങനെയാണ് വട്ടിയൂർക്കാവിൽ നിങ്ങൾ 3-ാം സ്ഥാനത്ത് പോയത്? അപ്പോൾ അതൊക്കെ എന്ന് വെച്ചാൽ അവിടെയുള്ള ചില രാഷ്ട്രീയ സാഹചര്യങ്ങൾ സംഭവിച്ചിട്ടുള്ളതാണ്. ചിലപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നുള്ള വോട്ട് ഞങ്ങൾ കൊടുത്തല്ല, ചിലപ്പോൾ വോട്ടുകൾ ഒഴുകിയിട്ടുണ്ടാകാം, നിങ്ങളുടെ കൂടെ നിന്നുള്ള വോട്ടുകൾ ഒഴുകിയിട്ടുണ്ടാകാം. ഇതൊക്കെ രാഷ്ട്രീയത്തിൽ ചിലപ്പോൾ സംഭവിക്കുന്നത്. അതല്ലാതെ ഇത് പറയുന്നതിൽ അർത്ഥമില്ല. സീമ 3-ാം സ്ഥാനത്താണ്, 3-ാം സ്ഥാനത്ത് വോട്ട് വിറ്റെന്നും പറഞ്ഞുകൊണ്ട് CPM-കാർ കുറേ പേരെ അവിടെ ഇപ്പം BJPക്ക് വിറ്റെന്നും പറഞ്ഞുകൊണ്ട് സസ്പെൻഡ് ചെയ്ത് വെച്ചിരിക്കുക. ഇത് സ്വാഭാവികം. ഞാൻ പാലായിലെ രാഷ്ട്രീയം പറഞ്ഞു. ശരി, ഈ ഇടതുമുന്നണി ഇപ്പോൾ തന്നെ അല്ല, ഞാൻ പറയാം, അതിനകത്ത് വെറും 43 വോട്ട് മാത്രമായി വന്നു കഴിഞ്ഞ പ്രാവശ്യം വിജയിച്ച സീറ്റിൽ എന്ന് പറയുകയും KM മാണിയുടെ സ്ഥാനാർത്ഥി അവിടെ വിജയിക്കുകയും ചെയ്യുക എന്ന് പറയുമ്പോൾ കോൺഗ്രസും കേരള കോൺഗ്രസും തമ്മിലാണ് മത്സരം. അവിടെ BJP ഇല്ലായിരുന്നു, ബാക്കി CPM ഇല്ലായിരുന്നു, ആരും പിക്ചറിൽ പോലും ഇല്ലാതിരുന്നു. ഈ തമ്മിലായിരുന്നു മത്സരം. അപ്പോൾ അവിടെ പൂർണ്ണമായിട്ടും ആ കൂട്ടത്തിൽ കൂടുക എന്ന് പറയുമ്പോൾ അതിനകത്ത് അതിൻ്റെ അർത്ഥം എന്താണെന്ന് മാത്രമേ, അത് CPI അന്വേഷിച്ചിരുന്നു എന്ന് മാത്രം സൂക്ഷിച്ചിരുന്നതാണ് ഞാൻ പറഞ്ഞുള്ളൂ. ശരി, ശ്രീ MS കുമാർ, ഇവിടെ LDF-ൽ ഘടകകക്ഷികളുടെ അംഗബലം വെച്ച് നോക്കുമ്പോൾ അത് വല്ലാതെ സൂക്ഷിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ പാർട്ടി CPM ആണെന്നതിൽ CPIക്കും തർക്കമില്ല. ഈ ഇക്വേഷൻ വളരെ പ്രധാനമാണെന്ന് അവർക്കറിയുന്നതുമാണ്. ഇപ്പോൾ CPM-നെ തോൽപ്പിക്കാൻ CPI വിചാരിച്ചാലും കഴിയും, നേരെ തിരിച്ചും കഴിയും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ആപത്തിൻ്റെ ഭാഗമായി ചേർന്ന് തന്നെ ഈ കൂട്ടർ നിൽക്കും എന്നല്ലേ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ പാലയിൽ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഇല്ല, അങ്ങനൊന്നും ഞാൻ വിചാരിക്കില്ല. കാരണം അതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, CPI ഉള്ളപ്പോൾ മാത്രമേ CPM അധികാരത്തിലെത്തിയിട്ടുള്ളൂ. ഇത് CPIയുടെ അവകാശവാദമാണിത്. അല്ല, അതാണ് സത്യവും. നമുക്ക് നോക്കാമല്ലോ, നമ്മുടെ മുമ്പിലുള്ളതല്ലേ. അതുകൊണ്ട് ഇവരെ പേടിപ്പിച്ച് നിർത്തുമെന്നല്ലാതെ പിണക്കി വിടും എന്ന് കരുതുന്നില്ല. അവർക്കിപ്പോൾ മുസ്ലിം ലീഗോ KM മാണിയോ ഇതിനകത്ത് വന്നാൽ ഇവർ തടസ്സം നിൽക്കരുത്. അവരുടെ 2-ാം സ്ഥാനത്തേക്ക് അവരാരെങ്കിലും വന്നാലും ഇവരെ എതിർക്കരുത്. ഇങ്ങനെ പേടിപ്പിച്ച് നിർത്താനുള്ളൊരു തന്ത്രമാണ് ഇത്. 67 മുതൽ തുടങ്ങിയതാണ്. 67-ലെ മുന്നണി എങ്ങനെയാണ് തീർന്നത്? 67-ൽ വെല്ലിംഗ്ടണെതിരെ ഉണ്ടായ ആരോപണവും അന്ന് ആ പട്ടികയിലേക്ക് MN ഗോവിന്ദൻ നായരെയും TV തോമസിനെയും കൂടെ പെടുത്തി. അന്ന് വിഖ്യാതമായ അസംബ്ലിയിൽ ശ്രീ MN ഗോവിന്ദൻ നായർ ചോദിച്ചാൽ എൻ്റെ നമ്പൂരി എന്ന് പറഞ്ഞ് വിലപിച്ച ഒരു രംഗം ഒക്കെ ഉണ്ടായിരുന്നല്ലോ ചരിത്രത്തിൽ. എൻ്റെ നമ്പൂരി എന്നെ ഇങ്ങനെ അഴിമതിക്കാരനാക്കിയല്ലോ എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആ വിലാപവും. അന്ന് മുതൽ CPIയെ ചവിട്ടിത്താഴ്ത്തുന്ന ഒരു നയം ഇപ്പോൾ തുടങ്ങിയതല്ല. ശ്രീ പിണറായി വിജയൻ്റെ കാലത്ത് ആരംഭിച്ചതാണെന്ന് ഞാൻ പറയുന്നില്ല. നമ്മൾ ചരിത്രം നോക്കിയാൽ 67 മുതൽ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കും എന്ന് EMS പ്രഖ്യാപിച്ച്. പക്ഷേ അന്ന് EMS മന്ത്രിസഭയുടെ ഒരു പ്രഖ്യാപിത നയമായിരുന്നു ഒരാൾ ഒരു അഴിമതി ആരോപണം ഉന്നയിച്ചാൽ അത് അന്വേഷിക്കുമെന്നുള്ളത്. അതിൻ്റെ ഭാഗമായി തിരിച്ചും CPM നേതാക്കന്മാർ മന്ത്രിമാർക്കെതിരെയും ആക്ഷേപം വന്നു. അതെല്ലാം ചേർന്നാണ് ആ പ്രതിസന്ധി രൂപപ്പെടുന്നത്. അല്ലാതെ മാത്രം കേന്ദ്രീകരിച്ചു അത് പ്ലാൻഡ് ആയിരുന്നല്ലോ. തിരിച്ചും വന്നല്ലോ, വില്ലിംഗ്ടണെതിരെയുള്ള ആരോപണത്തിന് ഒരു അന്വേഷണിക്കാൻ അന്ന് ശ്രീ EMS എന്തോ ചികിത്സാർത്ഥം വിദേശത്ത് പോയിരുന്ന സമയത്ത് ഇവിടെ നടന്നതാണല്ലോ. അതിന് പകരമായിട്ടാണ് 2 CPI മന്ത്രിമാർക്കെതിരെയും ശ്രീ PR കുറുപ്പിനെതിരെയാണെന്ന് തോന്നുന്നു, എനിക്ക് റെഫർ ചെയ്താലേ അറിയൂ.
കൂട്ടത്തോടെ ആരോപണം ഉന്നയിച്ചിട്ട് അവരെല്ലാം ഒരേപോലെ അഴിമതിക്കാരാണെന്ന് വരുത്തി. അതിൽ CPIക്കിട്ടുള്ള ഇവരുടെ ഈ തീരെ സഹിക്കാൻ വയ്യാഞ്ഞിട്ടാണ് ഇവർ ആ മുന്നണി വിട്ട് 70-ൽ 69-ൽ പുറത്തിറങ്ങിയത്. ഇപ്പോൾ വീണ്ടും വന്ന് കയറുമ്പോഴും CPIയുടെ ഗതി അത് തന്നെ. നമ്മൾ ഈ മന്ത്രിസഭയിലെയും നിയമസഭയിലെയും കാര്യം മാത്രം പറഞ്ഞാൽ പോരാ. ഓരോ കേരളത്തിലെ ഓരോ പ്രദേശത്ത് CPMകാരിൽ നിന്ന് എത്രമാത്രം പീഡനങ്ങൾ അവർ ഏറ്റുവാങ്ങുന്നു. CPM ഞങ്ങളെ മാത്രമല്ല ആക്രമിക്കുന്നത്, CPIക്കാരെ ആക്രമിക്കുന്നു. CPIക്കാരിൽ ചിലർ അവരെ കൊലക്കത്തിക്കിരയായിട്ടുണ്ട്. CPI തെരുവിൽ അവരെ അക്രമത്തിന് നേരിടേണ്ടി വരുന്നു, മന്ത്രിസഭയിൽ അവർ അധിക്ഷേപിക്കപ്പെടുന്നു, കേരള രാഷ്ട്രീയത്തിൽ അവർ തരം താഴ്ത്തപ്പെടുന്നു. ഇത്രയൊക്കെ ആക്ഷേപം സഹിച്ച്, ഇത്രയൊക്കെ അവമാനം സഹിച്ച് എന്തിനാണ് ഇടതുപക്ഷ ഐക്യം കാത്തു സൂക്ഷിക്കാൻ ഇങ്ങനെ അവരുടെ പിന്നാലെ നടക്കുന്നതെന്നാണ് കേരളത്തിലെ ജനങ്ങൾ ചിന്തിക്കുന്നത്. എൻ്റെ കുമാർ, ഇതിനകത്ത് CPIയുടെ കഴിഞ്ഞ പാർട്ടി കോൺഗ്രസും CPMൻ്റെ പാർട്ടി കോൺഗ്രസും, ആ പാർട്ടി കോൺഗ്രസ് എടുത്തത് രണ്ട് പാർട്ടികളുടെയും നിലപാടുകൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ശക്തിപ്പെടുത്തുകയെന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഐക്യം CPM മാത്രമല്ല മറ്റ് പാർട്ടികൾ ചേർന്നുകൊണ്ടുള്ള ഐക്യം ശക്തിപ്പെടുത്തിക്കൊണ്ട് രാജ്യത്ത് വളർന്നു വരുന്ന വർഗീയ ശക്തികൾ, ഫാസിസ്റ്റ് ശക്തികൾ, ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് ഇന്ത്യയിൽ സൃഷ്ടിച്ചിട്ടുള്ള ഭീകര അന്തരീക്ഷമുണ്ട്. മനുഷ്യാവകാശ ലംഘനങ്ങൾ, കോർപ്പറേറ്റുകളെ താലോലിക്കുന്ന നിലപാട്, സാമ്രാജ്യത്വ ഇടതുപക്ഷ പാർട്ടികളുടെ മുദ്രാവാക്യം അതാണ് പാർട്ടി ഡോക്യുമെന്റിലുള്ളത്. ആ ഡോക്യുമെന്റിൽ നിന്ന് വ്യതിചലിക്കാൻ CPMന് കഴിയില്ല. CPIക്കും കഴിയില്ല, CPMനും കഴിയില്ല. CPMന് ഈ അവരുടെ പാർട്ടി കോൺഗ്രസിന്റെ പ്രമേയത്തിന്റെ എന്ന് വ്യതിചലിക്കാൻ കഴിയുമോ? ആ പാർട്ടി ഉണ്ടാവില്ല വ്യതിചലിച്ചാൽ. CPIക്ക് വന്നത് തന്നെയാണ്. രാജ്യത്തിൻ്റെ അവസ്ഥ ഏതാണ്? ആ സാഹചര്യത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പോവുകയാണ്. ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കേരളത്തിൽ LDF ഗവൺമെൻറ് വന്ന് 7 മാസമായിട്ടേ ഉള്ളൂ. അപ്പോൾ LDF ഗവൺമെൻറ്റിനെതിരായിട്ടൊരു പ്രചരണം തുടങ്ങിയിരിക്കുക. CPM ഐക്യം, മന്ത്രിമാർ തമ്മിൽ തർക്കം, ബഹളം, കാര്യക്ഷമതയില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ബോധപൂർവമായ ശ്രമങ്ങൾ നടത്താൻ തുടങ്ങി. ഇപ്പോൾ ചില മീഡിയയും അതിൻ്റെ കൂടെ ചേർന്നിട്ടുണ്ട്. ഒരു പുതിയൊരു സാഹചര്യം സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണ്. ഇതൊന്നും ഏശില്ല എന്നാണ് ഇപ്പം നടന്ന തെരഞ്ഞെടുപ്പ്. അങ്ങ് പറയുകയാണ് മോദിയുടെ ഈ പറയുന്ന നോട്ട് അസാധുവാക്കൽ ഉൾപ്പെടെയുള്ള ജനദ്രോഹ നടപടികൾക്കെതിരെ ഉള്ള പ്രതിഷേധം വേണ്ടതുണ്ട്, മറ്റ് BJPയുടെ വളർച്ചയെ തടയാനുള്ള നടപടികൾ വേണ്ടതുണ്ട്, ഐക്യം കാത്തു സൂക്ഷിക്കേണ്ടതുണ്ടെന്നൊക്കെ പറയുന്നു. ശരി, പക്ഷേ ഇവിടെ ഒറ്റയ്ക്കൊറ്റയ്ക്കുള്ള താൻപോരിമയാണ് നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. കാനം പറയുകയാണ് നവംബർ 15 തന്നെ ഞങ്ങൾ പ്രക്ഷോഭ രംഗത്തെത്തി. ആദ്യം പ്രക്ഷോഭത്തിലേക്ക് ഇറങ്ങിയത് ഞങ്ങളാണ്, ആദ്യം റിസർവ് ബാങ്കിന് മുന്നിലേക്ക് പ്രകടനം നടത്തിയത് ഞങ്ങളാണ്. ഇങ്ങനെ നിങ്ങൾ പറയുന്നു. മറുവശത്ത് ഒരു കാര്യം കൂടി പറയുന്നു, ഈ മനുഷ്യച്ചങ്ങലയുണ്ടല്ലോ ഇടതു പാർട്ടികളുടെ നേതൃത്വത്തിൽ നടന്നത്, അതിനകത്ത് നിങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായം ഉണ്ടായി എന്ന് പറഞ്ഞാൽ ഇത് ഞങ്ങളുമായി കൂടിയാലോചിച്ചല്ല നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പ്രക്ഷോഭത്തിൻ്റെ കാര്യത്തിൽ പോലും നിങ്ങൾക്ക് ഐക്യമില്ല. അതൊക്കെ ഒരു ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു സൃഷ്ടികളാണ് ഇതൊക്കെ എന്നുള്ളത്. ഇപ്പോൾ CPIക്ക് ഒരു ഇനീഷ്യേറ്റ് ചെയ്ത് എന്താ ഒരു CPMs ഇനീഷ്യേറ്റ് ചെയ്യുന്നില്ലേ? മറ്റ് ഇടതുപക്ഷ പാർട്ടികൾ ഇനീഷ്യേറ്റ് ചെയ്യുന്നില്ലേ? ഇനീഷ്യേറ്റ് ചെയ്തു, ജോയിൻ്റ് ക്യാമ്പയിൻ വന്നു, മനുഷ്യച്ചങ്ങല വന്നു. മനുഷ്യച്ചങ്ങലൊക്കെ തന്നെ പരസ്പരം CPM പാർട്ടികൾ ഇടതുപക്ഷ മുന്നണി LDF ആലോചിച്ചിട്ട് തന്നെയാണ് പ്രാവർത്തികമാക്കിയിട്ടുള്ളത്. ഇതൊക്കെ യോജിച്ച പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. ഈ അടിത്തട്ടിൽ ഇതിൻ്റെ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. ഈ വോട്ട് ഈ CPI സ്ഥാനാർത്ഥി അവിടെ വിജയിച്ചില്ലേ, അത്രയും വോട്ട് CPIക്ക് അവിടെ ഇല്ലെന്ന് ഉറപ്പല്ലേ? ഇതൊക്കെ നിങ്ങളുടെ ഒരു പ്രചരണമാണിത്. ഇവിടുത്തെ ഈ റൈറ്റ് പൊളിറ്റിക്സ് ഇടതുപക്ഷ മുന്നണിക്കെതിരായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന വലിയ ആസൂത്രണങ്ങളുണ്ട്. ആ ആസൂത്രണത്തിലും പ്രചരണത്തിലും രണ്ടുപേരും കോൺഗ്രസും BJP ഞങ്ങൾക്കെതിരാണ്. മാത്രമല്ല ഇപ്പം മാധ്യമങ്ങളും പ്രിന്റ് മീഡിയയും അതുപോലെ തന്നെ ഇലക്ട്രോണിക് മീഡിയയിലെ രണ്ടു ചെറിയ വിഭാഗങ്ങൾ നിങ്ങൾ ഈ എതിർശക്തികളെ എല്ലാം മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ അതിന് വിഭവങ്ങൾ ഒരുക്കി കൊടുക്കുന്ന നിങ്ങളുടെ ഉത്തരവാദിത്തം മാത്രമാണ് നിങ്ങൾ ഏറ്റെടുക്കാതിരിക്കുന്നത്. ഇവിടെ പ്രതിപക്ഷം പോലും ഈ രൂപത്തിൽ വിമർശനം ഉന്നയിക്കുന്നത്. ഇനി പോട്ടെ, UDF ഗവൺമെന്റിനെ പറ്റി ഇനി എന്തൊക്കെ പറയുമ്പോഴും ആദ്യത്തെ 6 മാസത്തിനിടയിൽ ഇങ്ങനെ ഒരു കക്ഷി വേറൊരു കക്ഷിക്കെതിരെ വിലയിരുത്തലുകൾ നടത്തുന്ന എന്തെങ്കിലും കണ്ടോ? ഇവിടെ ഇപ്പോൾ അതല്ല സാഹചര്യം. നിങ്ങളത് തുടങ്ങിയെന്ന് മാത്രമല്ല, ഇതിൻ്റെ ഗുണഭോക്താക്കൾ ആകാൻ പോകുന്നത് ആരാണ്? സ്വാഭാവികമായും ഈ പറയുന്ന UDF ആണെങ്കിൽ കുഴപ്പമില്ല. പിന്നെയും ഇതിൻ്റെ ഗുണഭോക്താക്കളാകാൻ പോകുന്നത് BJP ആണെന്നതാണ് നിങ്ങളുടെ തന്നെ വിലയിരുത്തൽ. അപ്പോൾ ആ വിലയിരുത്തലിലേക്ക് വഴിവെക്കുന്ന തരത്തിലുള്ള ചുവടുവയ്പ്പുകൾ നിങ്ങളുടെ ഭാഗത്തു തന്നെ ഉണ്ടാകുന്നു. എന്നിട്ടാണ് ഈ ഡോക്യുമെന്റിന്റെ മഹാത്മ്യം പറയുന്നത്, ഐക്യത്തിന്റെ മഹാത്മ്യം. ഇതിനകത്ത് വേണു ചർച്ച ചെയ്യുന്ന വിഷയം LDF കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കുന്നതിന് വേണ്ടി വിവിധ വകുപ്പുകൾ ചർച്ച ചെയ്യാൻ എടുത്ത തീരുമാനമാണല്ലോ. ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ വകുപ്പുകളും ചർച്ച ചെയ്യും. അത് ഞാൻ ആരംഭത്തിൽ പറഞ്ഞാണ്, ഓരോ വകുപ്പുകളും ചർച്ച ചെയ്യും. അപ്പോൾ CPIയുടെ വകുപ്പുകളും ചർച്ച ചെയ്യും, CPMൻ്റെ വകുപ്പും ചർച്ച ചെയ്യും, NCPയുടെ വകുപ്പും ചർച്ച ചെയ്യും, ജനതാദളിൻ്റെ വകുപ്പും ചർച്ച ചെയ്യും, എല്ലാ വകുപ്പുകളും ചർച്ച ചെയ്യും.
ഞങ്ങളെ 4 മന്ത്രിമാരേ ഉള്ളൂ, മറ്റു മന്ത്രിമാരോടും ചർച്ച ചെയ്യാനുള്ള അവസരമാണ് വരുന്നത്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാമല്ലോ. അത് നല്ലതല്ലേ ഇത്? ഒരു കാര്യം അത് CPM ഞങ്ങളുടെ വകുപ്പുകൾ പരിശോധിക്കുന്ന അതിനുള്ള അവസരമാക്കി മാറ്റുന്നു എന്ന് പറഞ്ഞിട്ടൊരു പ്രചരണം നടത്തുന്നത് ശരിയല്ല. അതൊക്കെ നാം ചർച്ച ചെയ്ത് കഴിഞ്ഞാണ്. അതെ, ഞാൻ ഒന്നുകൂടി പറഞ്ഞു. അടിസ്ഥാന പ്രശ്നം ശ്രീ മൊകേരി, ഐക്യം നിങ്ങൾക്കിടയിൽ ഉണ്ടാകുക, അപസ്വരങ്ങൾ ഉണ്ടാകാതിരിക്കുക, കുറഞ്ഞപക്ഷം ഈ 6 മാസമെങ്കിലും. അതുപോലെ നിങ്ങൾക്ക് കഴിഞ്ഞില്ല. ഒരു കാര്യം ഞാൻ വളരെ ക്ലിയറായി പറയാം. ഈ ഇടതുപക്ഷ മുന്നണിയിലെ ഓരോ മുന്നണിയിലെ പാർട്ടികൾ വ്യത്യസ്ത പാർട്ടികളാണ്. വ്യത്യസ്ത പാർട്ടികളായതുകൊണ്ട് തന്നെ ആ പാർട്ടികൾ തമ്മിൽ ചില വിഷയങ്ങളുണ്ടാവും. ഒരു കാര്യം, ഒരു മന്ത്രിസഭയുടെ അവസാന കാലത്ത് കാണുന്ന പ്രവണതകളാണ് ഈ ഇടതുപക്ഷ മുന്നണി മന്ത്രിസഭയുടെ ആദ്യകാലത്ത് തന്നെ കാണുന്നത്. ഇപ്പോൾ 3 ദിവസം കൂടി സമാപിച്ച ഇവരുടെ സമ്മേളനത്തിൽ സത്യം മൊകേരി എത്ര സമ്മതിച്ചാലും ഇല്ലെങ്കിലും അതിനകത്ത് നടന്നത് മുഴുവൻ ഈ സർക്കാരിൻ്റെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ പരാജയമാണെന്നുള്ള വിലയിരുത്തലാണ്, അല്ലെങ്കിൽ സംതൃപ്തരല്ല എന്നുള്ള വിലയിരുത്തലാണ്. അതെന്തായാലും പറയട്ടെ, ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. കമ്മിറ്റി കൂടുന്നത് ഒരു 6 മാസം കൊണ്ട് തന്നെ തുടക്കം, ഒരു സർക്കാരിൽ ഏതൊരു സർക്കാരിൻ്റെയും തുടക്കം ഗംഭീരമായിരിക്കും. പിന്നെയാണത് തെറ്റിലേക്കും കഴിവില്ലായ്മയിലേക്കൊക്കെ പോകുന്നത്. അവസാന കാലത്തിൽ 4.5 വർഷം കഴിഞ്ഞാൽ സംസ്ഥാനത്തുണ്ടാകുന്ന അന്തരീക്ഷമാണ് ഈ സർക്കാരിൻ്റെ ആദ്യ ദിനങ്ങളിൽ ഇപ്പോൾ കേരളം കാണുന്നത്. ശരി, അവസാനമായി ശ്രീ ജോസഫ് വാഴയ്ക്കൻ. എനിക്ക് പിന്നെ ഇടതുപക്ഷ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോൾ പറയാം, സി പി ഐയുടെ കഴിഞ്ഞ ഒരു 3-4 മാസത്തിനിടയിൽ നടന്ന ഏതെങ്കിലും യോഗത്തിൽ ഒരു നല്ല വാക്ക് ഈ സർക്കാരിനെ കുറിച്ച് നിങ്ങളുടെ അവസ്ഥ ഒന്ന് പറയുന്നത്. മുണ്ടുടുത്ത മോദി എന്ന് പോലും പിണറായി വിജയനെ കുറിച്ച് പറയണമെങ്കിൽ ഇന്നിപ്പോൾ ഈ ജനാധിപത്യ ശക്തികൾക്കൊക്കെ, മതേതര ശക്തികൾക്കകത്തൊക്കെ ഏറ്റവും അപമാനകരമായി അല്ലെങ്കിൽ ആളുകൾ ഏറ്റവും പിന്നെ പീഡിപ്പിക്കപ്പെടുന്ന ഒരു പേരെന്ന് പറഞ്ഞാൽ മോദിയാണ്. ഇന്ത്യയിലെ ജനങ്ങൾക്കൊഴികെയാണെന്ന് പറഞ്ഞാൽ ഇത് കൂടുതൽ ഈ ജനാധിപത്യ ശക്തികൾക്ക് ഇതിൽ ക്ഷീണമില്ല. അങ്ങനെ മുണ്ടുടുത്ത മോദി എന്ന് പോലും ആക്ഷേപിക്കപ്പെട്ടു എന്ന് സംഭാവനയാണത്. ആ ഒരു ദുഃഖം നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നില്ല. എല്ലാ പത്രങ്ങളിലും വന്ന കാര്യമാണ്, പറഞ്ഞ കാര്യമല്ല. ശരി, വളരെയധികം നന്ദി. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു.